ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻറ്റിജർ ഡിവിഷൻ. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. സോ നമുക്ക് നോർമൽ സീക്വൻസ് മൾട്ടിപ്ലയറും അറേ മൾട്ടിപ്ലയറും വെച്ചിട്ട് നമുക്ക് അൺസൈൻഡ് നമ്പേഴ്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സൈൻഡ് നമ്പേഴ്സിനെയും അൺസൈൻഡ് നമ്പേഴ്സിനെയും ഒരേപോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ബൂത്ത് അൽഗോരിതം അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻറ്റിജർ ഡിവിഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ഒന്നെങ്കിൽ അറേ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അറേ മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇൻറ്റിജർ ഡിവിഷൻ മാറി മാറി ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ന്യൂമറിക്കൽ ഡിവിഷൻ പ്രോസസ്സ്, ഇത് ഡെസിമൽ വാല്യൂസിൻ്റെ ഡിവിഷനും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൈനറി നമ്പറിൻ്റെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈനറി ഡിവിഷനൊക്കെ നിങ്ങൾ ഓൾറെഡി ലോജിക് സിസ്റ്റം ഡിസൈനിൽ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ നമ്പറിനെ ഇങ്ങനെ അതിൻ്റെ ബിറ്റ് ഏതൊക്കെ വാല്യൂസിലാണോ കോമ്പൻസേറ്റ് ആവുന്നത് അതിനനുസരിച്ചിട്ട് എഴുതിയിട്ട് നമുക്കിവിടെ കോഷ്യൻ്റ് നമുക്ക് ഈ ഒരു വാല്യൂ, റിമൈൻഡർ നമുക്കൊരു ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അൽഗോരിതം ത്രൂ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഒരു ഡിവിഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഡിവിഡൻഡ് ഉണ്ടായിരിക്കും, ഡിവൈസർ ഉണ്ടായിരിക്കും, ദെൻ നമുക്ക് ആൻസറായിട്ട് രണ്ട് വാല്യൂസ് കിട്ടും. ഇറ്റ് ക്യാൻ ബി കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ അല്ലേ. കോഷ്യൻ്റ് റിമൈൻഡർ നമുക്ക് ആൻസേഴ്സ് ആയിട്ട് കിട്ടും. സീക്വൻഷ്യൽ മൾട്ടിപ്ലയർ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ തന്നെ നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഡിവൈസറിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഡിവിഷൻ പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുമില്ല, രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ആ ഒരു ലോജിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ഈ ഒരു ഡിവിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ ചെയ്യുന്ന മെയിൻലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. സോ ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മളെന്താ നോക്ക്, ഇപ്പം നമ്മളുടെ ഈ 100 അതായത് 100 എന്നുള്ള ഈ വാല്യൂ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഡിവിഡൻറ്റ് അല്ലേ. ഇത് ഡിവിഡൻറ്റ്, ഇതെന്താണ് ഡിവൈസർ. അപ്പോൾ ഡിവൈസറിനെയാണ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നത്, എമ്മിൽ പ്ലേസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എന്തായിരുന്നു, എമ്മിൽ പ്ലേസ് ചെയ്യുന്നത് ആരായിരുന്നു, മൾട്ടിപ്ലിക്കൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ എമ്മിൽ പ്ലേസ് ചെയ്യുന്ന ആരെയാണ്, ഡിവൈസറിനെയാണ്. തെറ്റിപ്പോകരുത്. ഡിവിഷൻ്റെ കേസിൽ നമ്മൾ ഡിവൈസറിനെയാണ് എന്ത് ചെയ്യുന്നത്, എമ്മിൽ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയെല്ലാം നമ്മൾ സെയിം പോലെ തന്നെയാണ്, ചെറിയൊരു ഓൾട്രേഷനേ ഉള്ളൂ. സാധാരണ ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിവിഷൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഡിവൈസറിനെ ഡിവിഡൻറ്റിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എം എന്നൊരു രജിസ്റ്റർ ഉണ്ട്, അത് എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, ഡിവൈസറിനെ സ്റ്റോർ ചെയ്യുന്നതാണ് എം എന്നുള്ള രജിസ്റ്റർ. ദെൻ ഡിവിഡൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ക്യൂ എന്നുള്ള ഒരു രജിസ്റ്ററും ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പോലെ നമ്മുടെ ആൻസറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എ എന്നുള്ള ഒരു രജിസ്റ്ററും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി നമ്മുടെ ഈ ഒരു ഡിവിഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എം ഉണ്ട്, ക്യൂ ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന എന്തായിരുന്നു, നമ്മൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ LSB ബിറ്റ് നമ്മൾ നോക്കും അല്ലേ. LSB ബിറ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് നമുക്ക് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ആഡ് ചെയ്യാണ്ട് ഷിഫ്റ്റ് ചെയ്യണോ, ആഡ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യണോ, ആഡ് പ്ലസ് ഷിഫ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വെറും സിമ്പിൾ ഷിഫ്റ്റ് ഓപ്പറേഷൻ മാത്രം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന എന്തായിരുന്നു, നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലയറിൻ്റെ LSB ബിറ്റിൻ്റെ വാല്യൂ 0 ഉം 1 ഉം ആവുന്നതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഡിസിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്തിൻ്റെ കേസിൽ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ അല്ലേ. സോ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റിവേഴ്സ് ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഡിവിഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നമ്മുടെ രജിസ്റ്ററിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് 4 ബിറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തരുന്നതെങ്കിൽ അതിനേക്കാൾ ഒന്നും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു 5 ബിറ്റ്സ് ആയിരിക്കും. നമ്മൾ ഈ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസിലും നമ്മൾ എന്തിൻ്റെ വാല്യൂസായിട്ട് സെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ആൻസറിൻ്റെ സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്ററായിട്ടും അതേപോലെ തന്നെ നമ്മളുടെ ഡിവൈസറിനെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററിൻ്റെയും ബിറ്റ് വാല്യൂസ് എന്തായിരിക്കണം, എത്ര ബിറ്റ് വാല്യൂസ് കാണും, എത്ര ബിറ്റ്സ് ഉണ്ടായിരിക്കണം, 5 ബിറ്റ്സ് ഉണ്ടായിരിക്കണം. അത് കമ്പൽസറി ആണ് കേട്ടോ, എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് റിസൾട്ട്സ് ഒന്നുമില്ല. സോ നമ്മൾ എന്നുള്ള രജിസ്റ്റർ നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള, നമ്മുടെ ആൻസറിനെ സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്ററിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തുമായിരിക്കും, 0 ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിവിഡൻ്റ് ആയിരുന്നു. സോ ഡിവിഡൻറ്റിനെ എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുവച്ചു, ക്യൂവിലും വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഈ എയും ക്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷിഫ്റ്റ് ഓപ്പറേഷനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എയും ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്, റൈറ്റ് ഷിഫ്റ്റ് അല്ല, ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യണം. ആരെയൊക്കെ തന്നെയാണ്, എയും ക്യൂവും. എയിലും ക്യൂവിലുള്ള വാല്യൂസ് എന്താണ്, ക്യൂവിലുള്ള വാല്യൂ എന്താണ്, നമ്മളുടെ ഡിവിഡൻ്റ് ആണ്. എയിലുള്ള വാല്യൂ എന്താണ്, ഇനീഷ്യലി നമ്മൾ സീറോസ് വെച്ച് ഫില്ല് ചെയ്തേക്കുന്ന 5 ബിറ്റ്സ് ഉള്ള ഒരു രജിസ്റ്ററാണ് എ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ നമുക്കിത് എം എന്തെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എയും ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഷിഫ്റ്റ് ചെയ്യുവാണ്. സോ എയിൽ എന്താ ഉള്ളത്, ഫുൾ ഓൺ സീറോസ് ആണ്. ക്യൂവിൽ എന്താ ഉള്ളത്, നമ്മുടെ ഡിവിഡൻ്റ് ആണ്.
100 എന്നുള്ള വാല്യൂ, 8 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം. എങ്ങോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്താവും, ഡ്രോപ്പ് ഓഫ് ആയി പോകും. സോ നമ്മുടെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എന്ത് വരും, ആദ്യത്തെ ഈ 0 ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും, ഈ 0 സെക്കൻഡ് പൊസിഷനിലേക്ക് വരും, നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് വരും, നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് വരും. സോ ഇവിടുത്തെ നമ്മുടെ എ എന്നുള്ള രജിസ്റ്ററിനകത്ത് എത്ര ബിറ്റ്സ് ഉണ്ട്, 5 ബിറ്റ്സ് ഉണ്ട്. സോ 5th ബിറ്റിനെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ക്യൂവിൻ്റെ MSB. ക്യൂവിൻ്റെ MSB ആയിരിക്കും എന്താവുന്നത്, എയുടെ എന്താവുന്നത് ലാസ്റ്റ് ബിറ്റ് LSB ആയി മാറുന്നത്. ഇതൊക്കെ ആണല്ലോ. അപ്പോൾ എ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, ക്യൂ രജിസ്റ്ററിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഈ 1 ഇങ്ങോട്ടേക്ക് പോയി. സോ നമുക്കിവിടെ 0 ഉണ്ട്, 0യെ നമ്മുടെ MSB ആയിട്ട് സെറ്റ് ചെയ്തു, ഇതിനെ സെറ്റ് ചെയ്തു, ഇനി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പൊസിഷൻ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് വാല്യൂസ് ഒന്നുമില്ല. ഓക്കെ, ആ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ലേറ്റർ ഓൺ ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വേക്കൻ്റ് ആയിട്ട് വിടുക, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എയും ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ടു ഷിഫ്റ്റ് എ ആൻഡ് ക്യൂ. അപ്പോൾ എയും ക്യൂ നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എയിലേക്ക് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഇസ് എയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. എ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം, A-M കൊടുക്കണം. എ ഈസ് ഈക്വൽ ടു എന്താക്കി മാറ്റണം, A-M. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു A-M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സബ്ട്രാക്ഷനെ നമുക്ക് എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഇസ് എ ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം, A + 2's കോംപ്ലിമെൻറ്റ് ഓഫ് എന്താ M, 2's കോംപ്ലിമെൻറ്റ് ഓഫ് M. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, A ഈസ് ഈക്വൽ ടു A-M ചെയ്യുക. A ഈസ് ഈക്വൽ ടു A-M ചെയ്ത് പ്രൊസീജിയറാണ്, അതൊക്കെ പഠിച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് 3 സ്റ്റെപ്പുകൾ ഇതിനകത്ത് ആകെ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, 2's കോംപ്ലിമെൻറ്റ് വെച്ച് നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ കയ്യിൽ M എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ. M എന്ന് പറഞ്ഞാൽ എന്താണ്, 000 111 ആണ് എമ്മിലുള്ള വാല്യൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. സോ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 111. ഈ 1 എന്തായി മാറണം 0, ഈ 1 എന്തായി മാറണം 0. ഓക്കെ ആണല്ലോ, ഇത് 1's കോംപ്ലിമെൻറ്റ്. ജസ്റ്റ് ബിറ്റ്സ് റിവേഴ്സ് ചെയ്യുക. +1 ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, 2's കോംപ്ലിമെൻറ്റ് കിട്ടും. സോ 1 വന്നു, 0 വന്നു, 111, 111 വന്നു. സോ ദിസ് ഈസ് ദ എന്താണ് നമുക്ക് ആഡ് ചെയ്യാനുള്ള 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദ ഗിവൺ വാല്യൂ M ആണല്ലോ. അപ്പോൾ ഈ വാല്യൂ കൊണ്ട് നമ്മൾ ആരെ ആഡ് ചെയ്യണം, നമ്മളുടെ എയെ ആഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ എയിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താണ്, 111 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എയിലേക്ക് ആഡ് ചെയ്യണം. +1 നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. സോ ഒരു ക്യാരി ഉണ്ട്. സോ ആ ക്യാരി 0 + 0 0 ആണ്, ക്യാരി ഉണ്ട്, 1 വന്നു. സോ നെക്സ്റ്റ് ഇവിടെ ചെയ്യുന്നത് എന്താണ്, 0 + 1 നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. 0 + 1 നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. 0 + 1 നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ, അപ്പോൾ എ സെറ്റായല്ലോ. എ ഇപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, സെറ്റായി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്തു, നമ്മൾ 2's കോംപ്ലിമെൻറ്റേഷൻ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എയുടെ MSB എന്താണെന്ന് ചെക്ക് ചെയ്യുക. എയുടെ എന്ത് നോക്കുക, MSB. മറ്റേത് നമ്മൾ നോക്കുന്നത് എന്തായിരുന്നു, ക്യൂവിൻ്റെ LSB ആയിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ ചെയ്ത ഓപ്പറേഷൻസിൻ്റെ എല്ലാം റിവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആളുടെ വാല്യൂ കൺസിഡർ ചെയ്യേണ്ടത് MSB ഓഫ് ദ എ രജിസ്റ്റർ. സോ എ രജിസ്റ്ററിൻ്റെ MSB എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. MSB ഓഫ് A 1 ആണെങ്കിൽ നമുക്കിവിടെ ഫില്ല് ചെയ്യാനായിട്ടൊരു പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ, Q0യുടെ വാല്യൂ ഉണ്ടായിരുന്നില്ലേ. ആ വാല്യൂയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ജസ്റ്റ് കോംപ്ലിമെൻറ്റ് വാല്യൂ കൊടുക്കാം. ദാറ്റ് ഇസ് 0. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, റീസ്റ്റോറിംഗ് ആണ്. സോ A + M ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ M വാല്യൂ. തിരിഞ്ഞു പോരുത്, കോംപ്ലിമെൻറ്റഡ് വാല്യൂ അല്ല, നോർമൽ വാല്യൂ ആണ്. സോ 0യും 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. 1 + 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ക്യാരി 1 ഉണ്ട്. സോ നമുക്ക് 1 + 0 നമുക്ക് എന്താണ്, 1 കിട്ടും. നമ്മുടെ കയ്യിൽ ക്യാരി ഉണ്ട്. സോ അത് ആൻസർ 0 ആയിപ്പോൾ. പിന്നെ നമ്മളൊരു 1 ഉണ്ട്. സോ 1 + 1 നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. സോ ക്യാരി 1 ഉണ്ട്. സോ 1 + 1 ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ക്യാരി 1 ഉണ്ട്. ആ ക്യാരിയെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ക്യാരി നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളതിനെ ഡ്രോപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ ഇവിടെ സംഭവിച്ചത്, നമ്മൾ എയുടെ MSB ബിറ്റ് നോക്കും. എയുടെ MSB ബിറ്റ് 0 ആണെങ്കിൽ നമ്മൾ Q0യുടെ വാല്യൂ സെറ്റ് ചെയ്യും. Q0യുടെ വാല്യൂ എന്തായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് 1 കണ്ടതുകൊണ്ട് നമ്മൾ എന്ത് സെറ്റ് ചെയ്യും, 0 വെച്ച് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. ആരെ റീസ്റ്റോർ ചെയ്യണം, നമ്മളുടെ എമ്മിനെ. M എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഡിവൈസറാണ് M. സോ എമ്മിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എയിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അതാണ് റീസ്റ്റോറിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് വെച്ച് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പുതിയൊരു എ വാല്യൂ കിട്ടും. ഇതാണ് നമ്മളുടെ പുതിയ എ വാല്യൂ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ എന്താവും, കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയോ കുറേ പറഞ്ഞ പോലെ തോന്നും, ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒരു രജിസ്റ്റർ ഉണ്ട്, എ ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ ഉള്ളത്, ഡിവിഡൻറ്റിനെ സ്റ്റോർ ചെയ്തേക്കുന്ന ക്യൂ ഉണ്ട്.
അപ്പോൾ ഈ 2 രജിസ്റ്റേഴ്സുമാണ് ഇതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ വർക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്യൂവിൽ എന്തായിരിക്കും? നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന വാല്യൂ എന്താണോ അതായിരിക്കും നമ്മൾ ക്യൂവിലേക്ക് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സൈക്കിളിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഷിഫ്റ്റ്. എന്താണ്? ലെഫ്റ്റ് ഷിഫ്റ്റ്. ആരെയൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്? എ ആൻഡ് ക്യൂ. എയുടെയും ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും നോക്കണ്ട, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഷിഫ്റ്റ് അങ്ങ് ചെയ്യുവാണ്. എയും ക്യൂ നമ്മൾ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? Q0യുടെ പൊസിഷൻ എന്തായിരിക്കും? വേക്കൻ്റ് ആയിരിക്കും. Q0യുടെ പൊസിഷൻ എന്തായിരിക്കും? വേക്കൻ്റ് ആയിരിക്കും. ആ Q0യുടെ പൊസിഷൻ അങ്ങനെ തന്നെ ഇടുക. കാര്യം നമ്മളുടെ സക്സീഡിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെ റിസൾട്ടാണ് എന്തിനെ ഡിസൈഡ് ചെയ്യുന്നത്? Q0യിൽ എന്ത് ഫിൽ ചെയ്യണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ മൾട്ടിപ്ലയറിൽ ചെയ്തത് അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ റിവേഴ്സ് ഓർഡറിലുള്ള റിവേഴ്സ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കയ്യിലുള്ള എം വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? എയിലേക്ക് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? എ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? എ മൈനസ് എം കൊടുക്കുക. എ മൈനസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ഈക്വൽ ടു എ പ്ലസ് എന്താണ്? കോംപ്ലിമെൻറ്റഡ് വാല്യൂ ഓഫ് എം പ്ലസ് 1. അതായത് എമ്മിൻ്റെ 2's കോംപ്ലിമെൻറ്റ് വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക? എയിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പുതിയ റിസൾട്ട് കിട്ടും. അതായത് എയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഈ എയുടെ വാല്യൂവിൽ നമ്മൾ പോയി നോക്കുന്നത് ആരെയാണ്? MSB ബിറ്റിനെ പോയി നോക്കും. ആ MSB ബിറ്റ് 0 ആകാം, 1 ആകാം. ഓക്കെ, നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? MSB ബിറ്റ് 1 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ Q0യെ സെറ്റ് ചെയ്യണം. Q0യെ സെറ്റ് ചെയ്യുന്നത് ഏത് വാല്യൂ വെച്ചിട്ടാണ്? Q0യിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് മാത്രം കഴിഞ്ഞില്ല, അതിനെ പ്രൊസീഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. ഏത് വാല്യൂവിനെ റീസ്റ്റോർ ചെയ്യണം? നമ്മളുടെ എം വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എയിലേക്ക് എന്ത് ചെയ്യുക? എ പ്ലസ് എം ചെയ്യുക. എയിലേക്ക് എമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുക. അത്രമാത്രമാണ് റീസ്റ്റോറിംഗ് എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൽഗോരിതത്തിൻ്റെ ഈ ഒരു മോഡിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇതാണ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 0 ആവുന്ന കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിടാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞു. അപ്പോഴേക്കും ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മളുടെ കയ്യിലുള്ള വാല്യൂസ് എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ എ സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഷിഫ്റ്റ് ഓപ്പറേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഷിഫ്റ്റ് എ കോമ ക്യൂ കൊടുത്തു. അപ്പോൾ ഈ ബിറ്റ് ഡ്രോപ്പ് ഓഫ് ആയി പോകുമല്ലോ. സോ പിന്നെ വരുന്നത് എന്താണ്? ഈ ബിറ്റ് ദെൻ ഇവിടെയുള്ള ഇത് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഈ ബിറ്റ് ഇങ്ങോട്ട് വരും, ഈ ബിറ്റ് ഇങ്ങോട്ട് വരും, ഈ ബിറ്റ് ഇങ്ങോട്ട് വരും. പിന്നെയും എന്ത് ചെയ്യും? ഇതിൻ്റെ Q0th ബിറ്റ് എന്താവും? വേക്കൻ്റായി കിടക്കും. ആ Q0യെ ഡിസൈഡ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ഈ ഒരു 2's കോംപ്ലിമെൻറ്റഡ് അഡീഷൻ കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ്, എയുടെ MSB ബിറ്റിൻ്റെ വാല്യൂ ആണ് Q0യിൽ ഏത് വാല്യൂ സെറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2's കോംപ്ലിമെൻറ്റ് അഡീഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള എം കോംപ്ലിമെൻറ്റ് പ്ലസ് 1 2's കോംപ്ലിമെൻറ്റ് വാല്യൂ ഓഫ് എമ്മിനെ നമ്മൾ എന്ത് ചെയ്യും? എയിലേക്ക് ആഡ് ചെയ്യും. സോ നമ്മളിതിനെ ആഡ് ചെയ്യാൻ നോക്കാം. സോ 0 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 പ്ലസ് 0 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 0 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 0 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. എഗെയിൻ 0 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, സോ ഈ ഒരു വാല്യൂവിനനുസരിച്ചിട്ടാണ് നമ്മൾ ആരെ സെറ്റ് ചെയ്യുന്നത്? Q0നെ സെറ്റ് ചെയ്യുന്നത്. സോ നേരത്തെ പോലെ തന്നെ ഇവിടുത്തെ Q0യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. സോ വി വിൽ ബി സെറ്റിംഗ് ദ വാല്യൂ ഓഫ് Q0 ആസ് 0. കുഴപ്പമില്ലല്ലോ. Q0യുടെ വാല്യൂ 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? റീസ്റ്റോറും കൂടെ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിലുള്ള എമ്മിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യുക? ഓൾറെഡി ഉള്ള എയിലേക്ക് ആഡ് ചെയ്യുക. സോ എയിലുള്ള വാല്യൂ എന്തായിരുന്നു ഇതുവരെ ഉള്ളത്? ഇത്രയും 1s ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? എമ്മുമായിട്ട് ആഡ് ചെയ്യുക. സോ നമുക്ക് 1 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. പിന്നെ 1 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഒരു ക്യാരി ഉണ്ട്. സോ നമ്മുടെ ആൻസർ 1 ആയി മാറും. എഗെയിൻ ഒരു ക്യാരി ഉണ്ട്. സോ 1 പ്ലസ് 0 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 1 പ്ലസ് 0 ക്യാരി 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, ദെൻ നമ്മുടെ എന്തൊരു ക്യാരി ഉണ്ട്. സോ 1 പ്ലസ് 0 1 കിട്ടും. എഗെയിൻ ഒരു ക്യാരി ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെയും എന്ത് വന്നിട്ടുണ്ട്? ക്യാരി 1 വന്നിട്ടുണ്ട്. സോ നമ്മളതിനെ എന്ത് ചെയ്തു? ഡിസ്കാർഡ് ചെയ്തു. ഏത് ഡിസ്കാർഡ് ചെയ്തു? ക്യാരിയെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഏതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് സൈക്കിളിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സൈക്കിളിൻ്റെ ഫസ്റ്റ് ഫൈനൽ സ്റ്റേജ്. ഓക്കെ ആണോ? സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. എത്ര തവണ നമ്മളിത് കൊടുക്കേണ്ടത്? നമ്മുടെ കയ്യിലുള്ള ക്യൂവിൻ്റെ ബിറ്റ്സ് എത്രയാണോ അത്രയും തവണ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും കൗണ്ട് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യണം. അത്രയും കൗണ്ട് ഓഫ് സൈക്കിൾസ് നമ്മൾ എന്ത് ചെയ്യണം? അത് ഓൾറെഡി നേരത്തെ നമ്മൾ എങ്ങനെയാണോ മൾട്ടിപ്ലയറിൽ പഠിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടുത്തെയും കൗണ്ട് ഓഫ് സൈക്കിൾസിൻ്റെ വാല്യൂ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് സൈക്കിൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് സൈക്കിൾ കഴിഞ്ഞിട്ട് തേർഡിലേക്ക് നമ്മൾ കയറുവാണ്. സോ നമ്മൾ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് എന്താണ്? ഷിഫ്റ്റ് ഓപ്പറേഷനാണ്. എന്ത് ഷിഫ്റ്റാണ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ 0 എന്ത് ചെയ്യും? ഇവിടുന്ന് ഡ്രോപ്പ് ഔട്ടായി പോകും. ഈ 0 ഇവിടുന്ന് പോയി. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും. സോ നമ്മുടെ എ സെറ്റായി കഴിഞ്ഞു. എ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? ഈ ബിറ്റ് ഇങ്ങോട്ടേക്ക് വരും, ഈ ബിറ്റ് ഇങ്ങോട്ടേക്ക് വരും, ഈ ബിറ്റ് ഇങ്ങോട്ട് വരും. എഗെയിൻ ഇവിടെ Q0യിൽ എന്ത് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ഡിസൈഡ്
ചെയ്തിട്ടില്ല. അത് എപ്പോഴാണ് അറിയുന്നത്? നമ്മളുടെ 2's കോംപ്ലിമെൻറ്റഡ് അഡീഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എയുടെ MSB വാല്യൂവിൽ എന്താണുള്ളത് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് Q0 എന്താവണം എന്ന് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2's കോംപ്ലിമെൻറ്റഡ് അഡീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലിമെൻറ്റഡ് വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂവിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ റൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അഡീഷൻ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 0 + 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 0 + 0 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ക്യാരി ഉണ്ട്. സോ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അഗെയിൻ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ ക്യാരി ഉണ്ട്. സോ നമ്മൾ ആ 1നെ എന്ത് ചെയ്തു? 1 നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കാർഡ് ചെയ്തു. ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ സ്റ്റാറ്റസ്, അതായത് MSB ബിറ്റിൻ്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ട്? 0 ആയി മാറിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ MSB ബിറ്റിൻ്റെ വാല്യൂ, അതായത് എയുടെ MSB ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താണത് മീൻ ചെയ്യുന്നത്? നമ്മളതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വാല്യൂ ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു? Q0യ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ ഇവിടുത്തെ MSB വാല്യൂ നമ്മൾ സെറ്റാക്കുന്നത് ഏത് വാല്യൂ വെച്ചിട്ടായിരിക്കും? 1 എന്നുള്ള വാല്യൂ വെച്ചിട്ടായിരിക്കും ഇവിടുത്തെ MSBയെ നമ്മൾ സെറ്റാക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും ഫോർ Q0. ഓക്കെ. അപ്പോൾ Q0യിൽ നമുക്ക് 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജിനെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. എന്ത് സ്റ്റേജിനാണ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ റീസ്റ്റോറിങ് പ്രോസസ്സിനെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. റീസ്റ്റോറിങ് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എയെ എന്ത് വെച്ച് ആഡ് ചെയ്യുന്നില്ല? M വെച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതേ ഇല്ല. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. അതായത് 3rd സൈക്കിൾ അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ 4th സൈക്കിളാണ്. സോ പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷനിലാണ്. സോ പ്രസൻ്റ്ലി എയിലിരിക്കുന്ന വാല്യൂ എന്താണോ അതിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യണം. ലെഫ്റ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ബിറ്റ് എന്തായി പോകും? ഡ്രോപ്പ് ഓഫ് ആയി പോകും. അത് പുറത്തോട്ട് പോയിക്കോട്ടെ. സോ ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇതിങ്ങോട്ട് വരും, ഇതിങ്ങോട്ട് വരും. ഓക്കെ. ദെൻ ക്യൂവിൻ്റെ ഈ ഒരു ബിറ്റ് ഇവിടോട്ട് വരും, ഈ ഒരു ബിറ്റ് ഇവിടോട്ട് വരും, ഈ ഒരു ബിറ്റ് ഇവിടോട്ട് വരും, ഈ ഒരു 1 ഇവിടോട്ട് വരും. എഗെയിൻ Q0 ഇവിടെ എന്ത് കൊടുക്കണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ കോംപ്ലിമെൻറ്റഡ് അഡീഷൻ കഴിയുമ്പോഴേ നമുക്കറിയുള്ളൂ എന്ത് വാല്യൂ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലിമെൻറ്റഡ് അഡീഷൻ ചെയ്യാം. സോ കോംപ്ലിമെൻറ്റഡ് അഡീഷൻ ചെയ്യുന്ന സമയത്ത് 0യും 1ഉം ആഡ് ചെയ്യുമ്പോഴേക്കും 1 കിട്ടും. എഗെയിൻ 0യും 1ഉം ആഡ് ചെയ്യുമ്പോഴേക്കും 1 കിട്ടും. 0യും 1ഉം ആഡ് ചെയ്യുമ്പോഴേക്കും 1 കിട്ടും. 0യും 1ഉം ആഡ് ചെയ്യുമ്പോഴേക്കും 1 കിട്ടും. 0യും 1ഉം ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ വൺസ് നമുക്ക് എയുടെ MSBയിൽ 1 സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാം? നമ്മളുടെ Q0യിൽ സെറ്റാകുന്ന വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. Q0യിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീസ്റ്റോർ ചെയ്യണം. ആരെ റീസ്റ്റോർ ചെയ്യണം? എമ്മിനെ റീസ്റ്റോർ ചെയ്യണം. സോ എമ്മിൻ്റെ വാല്യൂ എന്താണ്? 00011 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? റീസ്റ്റോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? A = A + M ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 1 + 1 നമുക്ക് 0 ആണ്. ക്യാരി 1 ഉണ്ട്. സോ 1 + 1 0 + 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. എഗെയിൻ നമുക്ക് എന്തുണ്ട്? ഒരു ക്യാരി ഉണ്ട്. സോ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. എഗെയിൻ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. എഗെയിൻ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഈ കോണ്ടക്സ്റ്റിലും ആര് ജനറേറ്റ് ചെയ്യാവുന്നുണ്ട്? ഒരു 1 ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡിസ്കാർഡ് ചെയ്യുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 4 സ്റ്റേജുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ, നമ്മുടെ റിമൈൻഡറും നമ്മുടെ കോഷ്യൻറ്റിനെയാണ് നമുക്കിനി പിക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ എയിലും ക്യൂവിലും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫൈനൽ റിസൾട്ട്, നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുമായിരുന്നു അല്ലേ. സോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 റിസൾട്ടുകളുണ്ട്. ഒരെണ്ണം എന്താണ്? നമ്മുടെ കോഷ്യൻ്റ്, ഒരെണ്ണം എന്താണ്? റിമൈൻഡർ ആണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും കോഷ്യൻറ്റിനെ കിട്ടുന്നത് എവിടെയായിരിക്കും? Q രജിസ്റ്ററിലായിരിക്കും. എവിടെയായിരിക്കും? Q രജിസ്റ്ററിലായിരിക്കും എന്ത് കിട്ടുന്നത്? കോഷ്യൻറ്റിനെ കിട്ടുന്നത്. റിമൈൻഡറിനെ കിട്ടുന്നത് എവിടെയായിരിക്കും? A രജിസ്റ്ററിലായിരിക്കും. സോ A രജിസ്റ്ററിലായിരിക്കും റിമൈൻഡർ വരിക, Q രജിസ്റ്ററിലായിരിക്കും കോഷ്യൻ്റ് വരിക. സ്റ്റോറിംഗ് ഡിവിഷൻ എന്ന് വിളിക്കാനുള്ള കാര്യം എന്താണ്? M എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ നമ്മുടെ ഡിവൈസറാണ് അല്ലേ. ആ ഡിവൈസറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആരിലേക്കാണ്? നമ്മളുടെ റിസൾട്ടിലേക്ക്, അതായത് നമ്മുടെ A രജിസ്റ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഏത് കോണ്ടെക്സ്റ്റ് ആണെന്നുള്ളത് ഇപ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രം ഉണ്ട്. ആ ഫ്ലോ ഡയഗ്രം ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡിവൈസറിനെ എമ്മിൽ കൊടുത്തു, ഡിവിഡൻറ്റിനെ ക്യൂവിൽ കൊടുത്തു. ദെൻ കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കൗണ്ടിൻ്റെ വാല്യൂ എവിടുന്ന കിട്ടുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഡിവൈസ് ഡിവിഡൻറ്റ്. ക്യൂവിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ക്യൂ ആണ് എന്താവുന്നത്? നമ്മളുടെ കൗണ്ട് ആവുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. മൾട്ടിപ്ലയറിൻ്റെ കേസിലാണെങ്കിലും ഡിവിഷൻ്റെ കേസിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് A എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രജിസ്റ്റർ ഫുൾ ഓൺ 0. A ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 5 ബിറ്റ് രജിസ്റ്ററാണ് എയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ എയിലുള്ള എല്ലാ വാല്യൂസും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ. സോ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരു ഷിഫ്റ്റ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ആ ഷിഫ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? A രജിസ്റ്ററും Q രജിസ്റ്ററും. ഏത് ഷിഫ്റ്റാണ് നടക്കുന്നത്? ലെഫ്റ്റ് ഷിഫ്റ്റ്. ഓക്കെ. ആ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ എന്ത് ചെയ്യണം? കോംപ്ലിമെൻറ്റഡ് അഡീഷൻ ഓഫ് M വാല്യൂ, ദാറ്റ് ഇസ് A ടെൻസ് ടു A - M അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? A = A + കോംപ്ലിമെൻറ്റഡ് വാല്യൂ ഓഫ് M + 1 എന്ന് പറഞ്ഞാൽ എന്താണ്?
2's കോംപ്ലിമെൻറ്റ് ഓഫ് എമ്മിനെ നമ്മൾ എയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അഡിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എയുടെ MSB ചെക്ക് ചെയ്യണം. എയുടെ MSB ബിറ്റാണ് ചെക്ക് ചെയ്യുന്നത്. MSB ബിറ്റ് ഓഫ് എ എന്താവാം, 0 ആകാം, 1 ആകാം. എ ലെസ് ദാൻ 0 എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ, നോ എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് നമ്പർ. അതായത് MSBയിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവണം, നമുക്ക് നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോറിങ് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ Q0യിലേക്ക് സെറ്റ് ആവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. എ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുന്നത്. അപ്പോൾ എ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ MSBയിലെ വാല്യൂ എന്തുമായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുതേ. ഓക്കെ, MSBയിലെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ Q0യിൽ സെറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ 1ൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ അത് 0 ആണ്. അതേപോലെ തന്നെ 1 വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. ആര് റീസ്റ്റോർ ചെയ്യണം, എമ്മിനെ റീസ്റ്റോർ ചെയ്യണം. ഇനി ഇവിടുത്തെ എ ലെസ് ദാൻ 0 അല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, MSBയിലെ ബിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. 0 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓപ്പോസിറ്റ് വാല്യൂ ആർക്ക് സെറ്റ് ചെയ്യാം, Q0ക്ക് സെറ്റ് ചെയ്യാം. ദെൻ വി ക്യാൻ സിംപ്ലി ഡിക്രിമെൻറ്റ് ദ കൗണ്ട്. നമ്മുടെ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചാൽ മതി. അത് നമ്മൾ നെക്സ്റ്റ് സൈക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എപ്പോൾ വരെയാണ്, കൗണ്ടിൻ്റെ വാല്യൂ 0 ആകുന്നവരെ. കൗണ്ടിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ബിറ്റ്സ് ഉണ്ടെങ്കിൽ കൗണ്ട് 4ൽ സ്റ്റാർട്ട് ചെയ്ത് 0 വരെ എത്തിക്കഴിയുമ്പോഴേക്കും വി ക്യാൻ സ്റ്റോപ്പ് ദിസ് പ്രോസസ്സ്. എത്ര ബിറ്റ്സ് ഇൻ നമ്മുടെ ക്യൂവിൽ എത്ര ബിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ആ ക്യൂവിൽ എത്ര ബിറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ജസ്റ്റ് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ എങ്ങനെയാണോ നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് പഠിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഓപ്പറേഷൻസ് മാത്രം വ്യത്യാസമാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കൺട്രോൾ സീക്വൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, ആഡ് ഓർ സബ്ട്രാക്റ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആഡ് ഓർ സബ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യാനുള്ളത്, ആഡ് ചെയ്യുന്ന ഓപ്പറേഷനോട് സബ്ട്രാക്റ്റ് ഓപ്പറേഷനുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റീസ്റ്റോറിങ് ഓപ്പറേഷൻ ആണോ അതോ നമ്മുടെ നോർമൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണോ. A = A - M ആണോ എന്നാണ് ആര് പറയുന്നത്, കൺട്രോൾ സീക്വൻസർ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഡിവിഡൻ്റ് ഉണ്ട്, ഡിവൈസർ ഉണ്ട്, ഡിവിഡൻ്റ് ഉണ്ട്, ക്യൂ. ദെൻ ക്യൂവിലുള്ള ബിറ്റ്സിൻ്റെ കൗണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ആക്ച്വലി ഷിഫ്റ്റ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്, എ രജിസ്റ്ററിനെയും ക്യൂ രജിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ എ രജിസ്റ്ററിലേക്കും ഡിവൈസറിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിറ്റ്സിനെ നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തിക്ക് ലൈൻസ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി ഈ ഇങ്ങനത്തുള്ള ഈ തിൻ ലൈൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് കൺട്രോൾ ലൈൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഷിഫ്റ്റ് ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്, എയും ക്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന കൺട്രോൾ സീക്വൻസറിന് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് ഈ ഓരോ തവണ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള എയിലുള്ള വാല്യൂ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോൾ സീക്വൻസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നിന്നുള്ള വാല്യൂ നോക്ക്, ഈ എ എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ആരിലേക്ക് കൊടുക്കുന്നത്, നമ്മുടെ കൺട്രോൾ സീക്വൻസറിലേക്ക് കൊടുക്കുന്നത്. ആ കൺട്രോൾ സീക്വൻസറിൽ കിട്ടുന്ന വാല്യൂസ് 0 ആകാം, 1 ആകാം. ഓക്കെ, സോ ഇപ്പോൾ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, റീസ്റ്റോർ ചെയ്യണം. 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, റീസ്റ്റോർ ചെയ്യണം. അല്ല 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ട, നമുക്ക് നോർമലായിട്ട് ആ വാല്യൂവിനെ നമ്മളത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് നമ്മളുടെ ഈ ഒരു മീൻസ് എന്താണ്, ഡിവിഷൻ പ്രോസസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ റീസ്റ്റോറിങ് ഡിവിഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. നോർമൽ ഡിവിഷനും ഇതുപോലൊരു സർക്യൂട്ടറി ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കത് പഠിക്കാനില്ല. പഴയ സിലബസിലായിരുന്നെങ്കിൽ നോർമൽ ഡിവിഷൻ്റെ സർക്യൂട്ടറിയും പഠിക്കാനുണ്ടായിരുന്നു, റീസ്റ്റോറിംഗ് ഡിവിഷൻ്റെ സർക്യൂട്ടറിയും പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ സിലബസ് അപ്ഡേറ്റ് ആയപ്പോഴേക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് റീസ്റ്റോറിംഗ് ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോട്ട്സിൽ എഴുതിയേക്കുന്ന ഈ ഒരു സ്റ്റെപ്സിൻ്റെ സെൻറ്റൻസ് വായിച്ച് നോക്കാം. ഷിഫ്റ്റ് A and Q ലെഫ്റ്റ് ഓൺ 1 bit പൊസിഷൻ. ഷിഫ്റ്റ് A and Q ലെഫ്റ്റ്, അതായത് ഷിഫ്റ്റ് ലെഫ്റ്റ് A and Q 1 bit പൊസിഷൻ. Then subtract m from A, that is A - M, and place the answer back in A. So A - M ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, ആൻസർ എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനിയാണ് ഇവിടുത്തെ ഡിസിഷൻ ആക്ച്വലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എയുടെ എന്ത് ചെയ്യും, നമ്മൾ MSB ബിറ്റ് നോക്കും. ദ സൈൻ ഓഫ് A ഈസ് 1 ആണെങ്കിൽ, സൈൻ ഓഫ് A 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് നമ്പറാണ്. ദാറ്റ് ഈസ് A < 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, Q0യുടെ വാല്യൂ എന്ത് ചെയ്യുക, 0 ആക്കുക. ആൻഡ് ആഡ് എന്ത് ചെയ്യണം, M back to A, ദാറ്റ് ഈസ് റീസ്റ്റോർ എന്താ, M to A. ഓക്കെ, അല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ MSB ബിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ സെറ്റ് Q0 to 1. അപ്പോൾ Q0 എന്താക്കി മാറ്റിയാൽ മാത്രം മതി, 1 ആക്കി മാത്രം മാറ്റിയാൽ മതി. അവിടെ നമുക്ക് റീസ്റ്റോറിങ് ഓപ്പറേഷൻ ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ലെഫ്റ്റ് ഷിഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ലെഫ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, A = A + M complement +1, അത് അല്ലെങ്കിൽ A = A - M ഉറപ്പായിട്ടും ചെയ്യണം എല്ലാ ഓപ്പറേഷൻസും. ഇനിയാണ് നമുക്കൊരു ഡിസിഷൻ പാരാമീറ്റർ വർക്ക് ചെയ്യുന്നത്. എയുടെ എന്ത് ചെയ്യും, നമ്മൾ MSB നമ്മൾ ചെക്ക് ചെയ്യും. MSB
MSB ഓഫ് എ നമ്മൾ ചെക്ക് ചെയ്യും. അത് 0 ആകാം 1 ആകാം. ഇപ്പം 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ Q0 ബിറ്റ് 1 ആണെങ്കിൽ അത് 0 ആക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റീസ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം എയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, Q0യുടെ വാല്യൂ 1 ആക്കി കൊടുക്കുക. അവിടെ എന്ത് വേണ്ട, റീസ്റ്റോർ ഓപ്പറേഷൻ അവിടെ വേണ്ട. ഇത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തതിന് ജസ്റ്റ് റിവേഴ്സ് ഓപ്പറേഷൻസ് ഇൻ റിവേഴ്സ് ഓർഡറിൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, റീസ്റ്റോറിങ് ഡിവിഷൻ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവും.